ഐസ്ക്രീം തിന്നുമല്ലേ പദവ് പോവാന്നേ. എടാ ബ്രസീലിന്റെയോ പോർച്ചുഗലിന്റെയോ ചുണക്കുട്ടികൾ ആരെങ്കിലും ഇറങ്ങി വേണ ഞങ്ങൾ ചെറുക്കനെ കൊണ്ടുവച്ചാ ഞങ്ങള് ഇവിടെ ഇല്ലല്ലോ. ആ ധൈര്യത്തിലാണ് ഞാൻ വെച്ച് കിച്ചുന്നേ. ഞാൻ പറഞ്ഞു എന്നായാലും ഇടിലും പരിപാടിയല്ലേ എന്നാ അടിപൊളി കാണിക്കുക മെസ്സി. എടാ ഇത് മഹത്തായ ഒരു സംഭവം നടന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക. പറയാനുള്ളവന്മാര് പറയടാന്ന് പറഞ്ഞെങ്കിൽ ആ സ്റ്റൈല് പോസാത്. പക്ഷെ നീ ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ ഈ ചെമ്പരിയാട് നമ്മൾ തൊട്ടടുത്ത് ചെല്ലുമ്പോ കാത് കുറിപ്പിച്ച് വെച്ച് കമ്പയർ ചെയ്യല്ലേ. എന്നൊക്കെ പറയാനുണ്ടല്ലോ ഫിഫേനെ സമ്മതിക്കണ്ട. പക്ഷെ എനിക്ക് ഫിഫയോടെ എതിർപ്പാടാ. അതിനെണ്ണ കാരണം ഇന്ത്യയിലേക്ക് ഇത്രയും കോടി ജനങ്ങളെ ഈ പരിപാടി കാണുന്നുണ്ട്, കളി കാണുന്നു. ഇവരെന്തിനീ പാൽരാത്രി കൊണ്ടുവച്ചിരിക്കണം? അവരെ നാട്ടിൽ നടക്കണ വെളുപ്പിനെ രാത്രിക്കാ. അതെ. അപ്പൊ ഇന്ത്യ അപ്പൊ എന്താ രണ്ടാം കൂടിയില്ല, അതാ രണ്ടാം കിട്ടില്ല. അണ്ണനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്നാ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നിന്റെ ഒക്കെ കൂടെ നിൽക്കുന്നത്, നിന്നെ ഇത്ര കൊച്ചു പിള്ളേരെ പിടിച്ചിട്ട്. പക്ഷേ ഇത് ഞാൻ കുറെ ദിവസം കൊണ്ട് പറയും, എപ്പോഴേ നമുക്കൊരു നോട്ട് ഔട്ട് ഇവിടെ വെക്കായിരുന്നു സുഖമായിട്ട്. നോട്ട് ഔട്ടോ? ഇങ്ങനെ കട്ടൗട്ട് അത് വെക്ക. അണ്ണനൊരു മര്യാദ ഉണ്ടോ? നമ്മളൊന്നുമില്ലല്ലോ ഈ ഫ്ലെക്സ് ഇവിടെ കൊണ്ട് വെക്കാൻ വരുമല്ലേ. ഒരു ജേഴ്സി എടുത്തിടാൻ പാടില്ലായിരുന്നു. ജേഴ്സിയോ? എനിക്കോ? പിന്നല്ലാതെ നിനക്കൊക്കെ കണ്ണിച്ചോരട്ടാ. നിനക്ക് അങ്ങനെ പറഞ്ഞു? നീയൊക്കെ പിള്ളേർ സെറ്റാ. നിനക്കൊക്കെ സ്കൂൾ തുറക്കുമ്പോ പുതിയ ഉടുപ്പ് മേടിച്ചു തരാനും വാട്ടർ ബോട്ടിൽ മേടിച്ചു തരാനും ജേഴ്സി മേടിച്ചു തരാനും നിന്റെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ആരുണ്ടാ? ബാബച്ചണ്ണന് പണിക്ക് പോയിട്ട് ഒരെണ്ണം മേടിക്കാൻ പാടില്ല. പിന്നെ ഇപ്പൊ ഒരു ജേഴ്സി മേടിക്കാൻ വേണ്ടി ഞാനങ്ങ് പണിക്കിറങ്ങാൻ പോവാ. ഞാൻ പിന്നെ പണിയുടെ കാര്യം മേലാമില്ല ചെവക്കലടിച്ചു. ഇതുപോലെ എന്റെ അച്ഛനുമായിട്ടൊരു സംസാരം നടന്നതിന്റെ പേരിലാണ് ഞാൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി തൊട്ടപ്പുറത്ത് വീണ്ട ടർസം കൊണ്ടായിരിക്കുന്ന ലവ് ബേഡ്സിന്റെ കൂട്ടിക്കറി ഞാൻ കിടക്കുന്നത്. അറിയാം അതല്ലേ അതല്ലെന്ന് ബാബച്ചണ്ണന്ന് വിളിച്ചതാ. ഇന്നലെ സ്പെയിന്റെ കളി കണ്ടായിരുന്നോ? അയ്യോ കളിയാക്കിയ കളി ഇന്നലെ സ്പെയിന്റെ കളി. 4 ഗോളാ അവന്മാരടിച്ചത്. 4 ഗോളോ? 4 ഗോൾ അടിച്ചോണ. ആർക്കായിരുന്നു 9 ഗോള്? 9 ഗോളോ? പിന്നെ 9 ഗോളല്ല 4 ഗോൾ അടിച്ചോളൂ. ഞാൻ 90 മിനിറ്റ് കളി കണ്ടല്ലേ. നീ എന്നാ പറയുന്നത്? ഞാനിത് കണ്ടോണ്ടിരുന്നത് ഞാൻ അപ്പൊ തന്നെ TV എന്നത് ഷൂട്ട് ചെയ്ത് നിന്റെ മൊബൈൽ വാട്സപ്പ് അയച്ചല്ലേ. 9 ഗോളാ സ്പെയിൻ ഇന്നലെ അടിച്ച. നിന്റെ അടിച്ച് നോക്കടാ. ഞാൻ ഇത് കണ്ടോണ്ട് ഞാൻ പൊട്ടനെ. ഞാൻ നോക്കി താതോ 1 താണ്ട 2 താണ്ട ഇറങ്ങും 3 4 5 6 7 8 9. ഇത് ഒരു ഗോൾ അടിച്ചോണ്ട് 5-6 റീപ്ലേ കാണിക്കണതാ. ഇത് പണിമാലും കേട്ടാ. ഞാൻ ആ സുരേഷുമായിട്ട് ബെറ്റും വെച്ച് ഇനിയിപ്പോ ഞങ്ങളുടെ അച്ഛന്റെ പകുതി മീശ പോകും. നിങ്ങളുടെ മീശക്ക് എന്നാ പ്രശ്നം? പിന്നെ ഒരു ഗോളിന് വേണ്ടി എന്റെ പകുതി മീശ അളയിക്കണേ. എന്നാ ഒരു മനുഷ്യനാ അണ്ണൻ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇറ്റലി. ഇറ്റലി ഒന്നും വേൾഡ് കപ്പിന് പോലും ഇല്ല. പിന്നെ അമ്മ അത് നിർത്തിയിട്ട് കാറ്ററിംഗിന്റെ വർക്കിന് പോകില്ല. പിന്നെ അമ്മക്ക് സെലക്ഷൻ കിട്ടിയില്ലെന്ന്. സെലക്ഷൻ കിട്ടിയില്ല. പക്ഷെ അമ്മ കളിക്കും. അതാ ഞാൻ കളിപ്പിക്കില്ല. പക്ഷെ അണ്ണാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജപ്പാനെ എഴുതി തള്ളാൻ പറ്റത്തില്ല. ജപ്പാനോ? ജപ്പാൻ കൂടെ കളിയായിരുന്നു. 4 ഗോൾ അടിച്ചെണ്ണ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാം, ആർക്കും മാൻ ഓഫ് ദ മാച്ച് കൊടുത്തില്ല. അതെങ്ങനെ കൊടുക്കൂടാത്? കാരണം ഈ ജപ്പാൻകാരെ കണ്ടിട്ടില്ലേ, അമ്മ എല്ലാം ഒരേ പോലെ ഇരിക്കുന്ന. 4 ഗോൾ അടിച്ചെന്ന് ആർക്കും. എനിക്ക് തോന്നുന്നത് എന്നാ മഹാബലി കേരളം മാത്രമല്ല, മഹാബലി കേരളത്തിൽ കൂടാതെ ഈ ജപ്പാനും കൂടെ ഭരിച്ചിട്ടുണ്ട്. അതെങ്ങനെ കേട്ടിട്ടില്ലേ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അതാണ് അവർക്ക് ഒരു മത്സരത്തിന് മാൻ ഓഫ് ദ മാച്ച് കിട്ടാത്തത്. ആർക്കും കൊടുക്കൂടാது. അതെ ശരി. ഇതെല്ലാവരും ഒരുപോലെ ഇരിക്കുന്നത്. ആർക്കാന്ന് വെച്ച് കിടക്കും. പിന്നെ വാവച്ചേണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ഏതാ? എനിക്ക് അറിയാൻ പാടില്ല. പറയാ ഏത് പ്ലെയറിന്റെ പേര് പറ വാവച്ചേണ്ണ. അമ്പമ്പമ്പയോ? നമ്മളെ സുഗതണ്ണന്റെ മൂത്ത ഇറക്കനെ പോലിരിക്കുന്ന ആ പുള്ളിയുടെ അമ്പമ്പോ. അത് എംബാപ്പേ. അണ്ണ ഒരുമാതിരി വർത്താനം പറയില്ലേ. നമ്മൾ അർജന്റീനയ്ക്ക് വേണ്ടി ഫ്ലെക്സ് വെച്ചിട്ട് എംബാപ്പനെ സപ്പോർട്ട് ചെയ്യണ ഒരുമാതിരി പരിപാടി. എനിക്ക് പേരറിയാവുന്നവരല്ലേ എനിക്ക് പറയാൻ. അണ്ണനെ വേൾഡ് കപ്പിനെ കുറിച്ചൊരു പുണ്ണാക്കും അറിയത്തില്ല. എനിക്കോ എനിക്ക് അറിയത്തില്ലെന്നൊന്നും പറയാതെ. ഒന്നും അറിയത്തില്ല. അലക്സാണ്ടർ മാക്കലിസ്റ്ററിനെ കുറിച്ച് അറിയോ? മൈക്കിൾ ഒലീസിനെ കുറിച്ച് അറിയോ? മാനുവൽ ന്യൂയറിനെ കുറിച്ച് അറിയോ? നിന്റെ സ്വഭാവം എന്താ? നിന്റെ സ്വഭാവം ഇതെന്ന് വെച്ചാൽ നിന്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് കിട്ടിയത്. നിന്റെ അപ്പൂപ്പന്റെ സ്വഭാവം കിട്ടിയേക്കുന്നത്. അങ്ങനോട് ഒരു കാര്യം പറയാ, വേറെ തർക്കവും കാര്യം കൊണ്ട് വരുമോ? അല്ലല്ല, ഞാൻ ഇതുപോലെ ഉടക്കാം. എന്തോടാ പുള്ളിയുടെ അപ്പൂപ്പന്റെ പേരെന്തായിരുന്നു? അയ്യോ, എന്റെ പേര് എന്താ? നാക്കിന്റെ തുമ്പത്തുണ്ട്. നാക്കിന്റെ തുമ്പത്ത് വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്വന്തം അച്ഛന്റെ പേരറിയത്തില്ല. എങ്ങോട്ട് കിടക്കുന്ന ഇംഗ്ലീഷുകാരുടെ പേര് മൊത്തം അവനാണ്. ഞാൻ എന്നിട്ട് എന്നെ കൂട്ടാൻ പറയുമോ? അവൻ ആവശ്യമില്ലാത്ത കാര്യം ഫ്ലെക്സ് വെക്കാൻ വന്നപ്പോ ആവശ്യമില്ലാത്ത എന്താ പറയാ? ഞാൻ ഇച്ചിരി ചെറുതായി പോയല്ലേടാ. കാശുണ്ടോ അണ്ണ? ചെറുതാണ് നല്ലതൊന്നും ഓർത്താ. അവിടെ നമ്മുടെ അക്കരമലയിലെ വിഷ്ണു അമ്മമാരൊക്കെ ഇല്ലടാ. എന്റെ അമ്മേ, അമ്മര് ആ പാടത്ത് വെച്ചേക്കണ ഡേവിഡ് വെക്കാമിന്റെ പടം വെച്ചേക്കുന്ന 100 അടിയുള്ള കട്ടൗട്ട്. അമ്മമാരോട് ഞാൻ കാതി കയറ്റി പറഞ്ഞാ കൊച്ച ഇത് പാടത്താ, ഇത്രയും വലുത് കൊണ്ട് വെക്കരുത്. ഭയങ്കര വലിപ്പമൊന്നും. എന്തോ പറ്റി വെക്കാമതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പടം. അന്ന് രാത്രി കാറ്റും മഴയും പെയ്തറാ. അയ്യോ, എന്നിട്ടോ പിറ്റേ രാവിലെ ഞാൻ നോക്കുമ്പോഴത്തേനെ ഡേവിഡ് ബെക്കാം രാവിലെ പാടത്ത് കമന്ന് കിടക്കണം. നാളെ കുട്ടികളും വെച്ചു.
ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടാ? ചെറുതാണല്ലോ. അല്ലാതെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. നമ്മക്ക് എന്തോ പൈസക്ക് എന്തോ. അണ്ണൻ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞു. അണ്ണനെ ശരിക്കും പറയാം, അണ്ണന് ഫുട്ബോളിനെ കുറിച്ചും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എനിക്കോ അണ്ണ ഞങ്ങൾ അർജന്റീന ഫാൻസുകാരി. അണ്ണന് തന്നെ നമ്മുടെ തൊണ്ടിത്തറ അർജന്റീന ഫാൻസിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജി ആക്കാനുള്ള കാരണം എന്നാണെന്നറിയാം. കാരണം വെച്ചാൽ എനിക്ക് കാര്യവിവരമുണ്ട്, കാര്യപ്രാപ്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അണ്ണൻ ചിന്തിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ പണിയുണ്ട്, തൊഴിലുണ്ട്, പഠിക്കാൻ വേണം. അണ്ണനാകുമ്പോ ഒരു ഗുരുവില്ല, രാവിലെ മുതൽ ഇതിന്റെ പുറകെ നടക്കാം. അണ്ണന് വേറെ തൊഴിലൊന്നും ഇല്ലല്ലോ. അണ്ണനെ അപ്പൊ ആക്കാം. അണ്ണനെ ഉരുട്ടിക്കോ, പക്ഷെ ഇറക്കത്തിൽ കൊണ്ട് ഉരുട്ടരുത്. കയറ്റി വെച്ചാൽ അണ്ണൻ തന്നെ ഉരുളാം കേട്ടോ. അണ്ണനെ ഉരുട്ടല്ലേടാ ഒരുപാട്. അണ്ണ വേറെ കാര്യം പറയട്ടെ, ഈ ഫ്ലെക്സ് അടിച്ചേക്കണത് എന്റെ അമ്മ വളർത്തുന്ന കോഴിയെല്ലാം വിറ്റിട്ടാ. അമ്മ വന്നതിന് മുമ്പ് ഈ സാധനം തെങ്ങിന്റെ മേളിൽ കയറണം. ഇപ്പൊ കയറ്റുമല്ലോ. അന്നാ ബാ കയറ്റാ. പിന്നെ അല്ലാതെ നീ വേണ്ട, ഒറ്റയ്ക്കാ. അന്നാ അമ്മേ പിന്നല്ല തെറ്റി ഒരു ചാടി അണ്ണാ. അണ്ണൻ തന്നെ വേണ്ട ആ ചെമ്മരിയാന്റെ ഫിഗർ കാണിക്കല്ലേ ഞാൻ പറഞ്ഞാൽ. നാളെ അമ്മ വരുമ്പോ ഞെട്ടണം. പിന്നെ ഞെട്ടിക്കുമല്ല ഞാൻ. എനിക്കൊരു 2 എണ്ണം മേടിച്ചു. ബജിയല്ല അമ്മച്ചി. എന്റെ അമ്മച്ചി, നിന്റെ അമ്മച്ചി. വാക്കത്തി ചേട്ടാ ഇക്ക ലോകം മൊത്തം ലോകകപ്പിന്റെ ലഹരിയിലാ. എവിടെ നോക്കിയാലും കളിക്കാരുടെ പടം മാത്രമേ ഉള്ളൂ. എന്തിന് നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ പോലും കണ്ടോ പടം വെച്ചേക്കണോ? ഇതിനകത്തൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ എന്നും പറഞ്ഞ് എന്റെ ഈ നിക്കണ പിഞ്ഞാണി മോറൻ എന്റെ 2 കോഴിക്കുഞ്ഞുങ്ങളെ കട്ടൂട്ട് പോയിട്ടാണ് ഇവന്റെ മദറിന്റെ മാരേജിന്റെ പടം ഇവിടെ വെച്ചേക്കണത്. ആരുടെ മാരേജ്? അവന്റെ അമ്മേനെ കെട്ടിക്കണ. എന്റെ ശവത്തെ ചവിട്ടിട്ടല്ല തുറകില്ല. ശവത്തെ ചവിട്ടിട്ടോ ശവത്തേനോ രാവിലെ എനിക്ക് നടക്കണം. എടാ തെണ്ണുണ്ടെന്നടാ പൊണ്ണ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തന്നെ മാത്രമല്ല, എന്റെ അമ്മയ്ക്ക് ദീനമുണ്ട്. എപ്പോഴും പറയും തെണ്ണവും ദീനവും വളരെ നല്ലേ. ഈ കടകെട്ടവൻ ഈ പടം ഇവിടെ വച്ചേക്കണേന്നറിയാമോ? ഡെയിലി എനിക്ക് മുട്ട തന്ന് എന്റെ 2 കോഴിക്കുഞ്ഞുങ്ങളെ ഇവ കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുപോയി? ഇവരെ പള്ളിക്കൂടത്തിൽ പോകാൻ ബാഗില്ല, കുടയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുത്ത് ആ ബാഗിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ആക്കി ചന്തയിൽ ചെന്നേച്ച് 1 കുടയും 10 കുഞ്ഞുങ്ങളും എന്നും പറഞ്ഞുകൊണ്ട് ഓഫർ വെച്ച് ഇവരത് വെട്ടി. ഇത് ഞാൻ അല്ല ഇതൊക്കെ എപ്പ ഇന്നലെ എന്റെ അംശി അതിനകത്ത് എന്നെ പെടുത്തില്ല. അംശി അല്ല, ഞാനില്ല അംശി. ഇവൻ ഈ ബാഗുമായിട്ട് പോയി. അപ്പൊ ഇവന്റെ ബാഗ് കോഴിക്കുഞ്ഞിന്റെ ശബ്ദം കേട്ടു. ഇങ്ങനെ കേട്ടോ ഞാൻ ചോദിച്ചു ഈ കോഴിക്കുഞ്ഞിന്റെ ശബ്ദം എവിടെ നടന്നു. ഇവനോട് പറഞ്ഞെന്തെന്നറിയാം? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇത് കോഴിക്കുഞ്ഞിന്റെ ശബ്ദമല്ല. ഈ നടക്കുമ്പോ കരയുന്ന ഷൂ മേടിച്ചു തന്നെ ഈ ഫ്ലെക്സ് ഇവിടെ കയറണോ? ഫ്ലെക്സ് എവിടെ കയറണം? എന്നാ മിണ്ടായിരിക്കും. അമ്മച്ചി ഈ ഫ്ലെക്സ് കുത്തിക്കയറാൻ സമ്മതിക്കത്തില്ല. ഫ്ലെക്സ് കുത്തിക്കയറാൻ സമ്മതിക്കില്ല. അമ്മച്ചിക്ക് വിദ്യാഭ്യാസം. അമ്മച്ചിക്ക് ഫ്ലെക്സ് എന്തെങ്കിലും പറയാൻ അറിയോ ഇത് കുത്തിക്കയറാൻ വേണ്ടി? നീ എന്നെ അങ്ങനെ നീ വെറും വില കുറഞ്ഞ സ്ത്രീയായിട്ട് കാണരുത്. എനിക്കറിയാം എങ്ങനെയൊക്കെ പറയാം. എന്നാ പറഞ്ഞേ. നാട്ടുകാർ മുമ്പിൽ എന്നെ കളിയാക്കില്ല. അമ്മച്ചി ഇറങ്ങിപ്പോക്കാം. അമ്മച്ചി സാധനം കുത്തിക്കയറിയുണ്ടല്ലോ. നാളെ ബ്രസീലും പോർച്ചുഗലും വന്ന് ഞങ്ങളുടെ നെഞ്ചത്ത് കയറും. ആരോടാ സംസാരം? സോറി വാവച്ചെണ്ണ. ആരോടാ ചൂടാവുന്ന? ആരോടാ? സോറി വാവച്ചെണ്ണ. കേട്ടോ അവന്റെ സ്വന്തം അച്ഛനോട് പോലും സോറി പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു. അതാണ് ഞാനോട് ബന്ധം. എടാ ആരോടാ ഈ കിടന്ന് തള്ളി കയറുന്ന തീ തുടങ്ങി? ആരാടാ നീ? എടാ നിന്റെ അമ്മയാടാ അത്. ആലോചിച്ചേ. എടാ 10 മാസം കുതിരത്തിൽ നൊന്ന് പ്രസവിച്ച നിന്റെ തള്ളയാടാ. എടാ അമ്മയിലേക്ക് നീ ഉണ്ടാടാ. നിന്റെ സ്വഭാവം വെച്ച് നീ അമ്മയിലേലും ജനിക്കും. നീ അത് വിട്. ഇവരുള്ളതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കണേ. ആണോ? ആ അമ്മയെ പറഞ്ഞു കേട്ടാ. എടാ നീ കേട്ടിട്ടില്ലേ, അമ്മയില്ലാതൊരു ദൈവമുണ്ടോ, ഇതിലും വലിയൊരു ഇതിലും ചെറിയൊരു
നിങ്ങളിവിടെ എന്നൊക്കെ കിടന്ന് പറഞ്ഞാലും ഇത് ഞാൻ ഇന്ന് വെട്ടിക്കീറിയിരിക്കും. അമ്മച്ചി ഇത് ആരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതെങ്കിലും അമ്മച്ചിക്ക് അറിയാമോ? ആരാ? അർജന്റീന ഫാൻസിന്റെ സെക്രട്ടറിയും ഖജാൻജിയും നാട്ടിലെ പിള്ളേരുടെയൊക്കെ രക്ഷകനുമായ വാവച്ചിയണ്ണൻ. ആ സാറാണ് ഈ സാറ്. ആ സാറാണ് ഈ സാറ്. ഈ സാറിനെ ഞാനൊന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അല്ല ഞാൻ എങ്ങനെ കാണാൻ കഴിയും, തിരക്കാണ്, പല പല കാര്യങ്ങൾ തിരക്കാണ്. അതെ, ആ. ഒന്നേ എടാ നാറി, നിന്റെ ജീവിതവും നായ നോക്കി. എന്തിനാണ് എന്റെ പോലെ ബാക്കിയുള്ള പിള്ളേരെ വഴി തെറ്റിക്കാനായിട്ട് നീ ഇങ്ങനെ നടക്കണത്? എടാ നിന്റെ ഒരു അനിയനുണ്ടായാലും ഒരു കാലൻ, കാലിനല്ല ബാലൻ. എന്നെ കാലിലായാലും കുറെ നാൾ ഇവൻ ഈ ചെറുക്കന്റെ കൂടെ ആയിരുന്നു. അവര് കണ്ടം കളി, ക്രിക്കറ്റ് കളി. ആ പുല്ലിപ്പ ജീവനോടെ ഉണ്ടോ ചത്തോ? അവന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ, ആര്? അവന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ, കരയണ കണ്ടില്ല അമ്മച്ചി? അനിയൻ ചെറുക്കന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ. അവൻ എന്നെ പറ്റിയ പറ. പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല, അയ്യോ എന്നാ പറ്റി? കട്ടിലെ ഒറ്റ കിടപ്പാ. അയ്യോ ആ കൊച്ചിന് എന്നാ പറ്റിയ പോലെ? പറ്റിയതല്ല, പിന്നെ അവൻ ഈ വെറുതെ ഇരുന്ന് തിന്നിട്ടേ ആ. കൊളസ്ട്രോൾ എല്ലാം കൂടെ 1800 അപ്പൊ അവന് കട്ടിലെ നിന്നേച്ചാ അവൻ ടൈല് പൊട്ടിക്കുമാറ് തറ വീഴും. ഒരു കൊതുവെങ്ങാനും അവനെ വന്ന് കുത്തി അപ്പം ഒറ്റ പൊട്ട. അതുപോലെ കൊളസ്ട്രോൾ കയറി പെരക്കത്ത് കിടക്കും അവന്. എന്നിട്ട് ഇവൻ ചെയ്ത വേല എന്തറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ അടുക്കളയിൽ നിന്ന് ഒരു മീൻ വറുത്ത കൂടുതലെടുത്തതിന് ഈ അനിയൻ അവൻ ഞങ്ങളുടെ അമ്മച്ചോട് പറഞ്ഞു കൊടുത്തന്നെ വടക്ക് വെപ്പിച്ചു. നിങ്ങളുടെ വീട്ടിൽ മീൻ വറുത്തതിനൊക്കെ വിഷയം നടക്കൂ? അവനുണ്ടാക്കും. ആണോ? പിന്നെ ഒരു മിച്ചറിനകത്ത് കിടക്കുന്ന കപ്പലണ്ടി ഇല്ലേ, അത് 3 അവന് കൂടുതൽ കൊടുത്താൽ ഇന്ത്യ മഹാരാജ് അവൻ ഒറ്റി കൊടുക്കും. അങ്ങനത്തെ ആണല്ലേ? പിന്നെ അവൻ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടാ നിന്റെ ഒക്കെ വീട്ടില് ചോദിക്കാൻ തന്റെ തള്ളില്ലേ? ഇല്ലേ? വെറുതെ അവരെ പറപ്പിക്കണോ? ആംചി ആംചി എന്നെ എന്ത് വേണം പറഞ്ഞോ, പക്ഷെ എന്റെ ആംചി ഒന്നും പറയില്ല. കാരണം എന്റെ ആംചി രാത്രി എന്നില്ല പകലൊന്നില്ലാതെ പണിയെടുത്താ എന്നെ വളർത്തും. അങ്ങനെ എന്നെ പണിയാണോ നിന്റെ അമ്മച്ചിക്ക്? പകല് ഞങ്ങളുടെ ആംചി തൊഴിലുറപ്പിന് പോകും, രാത്രി പെട്രോൾ പമ്പിൽ നിൽക്കും. പെട്രോൾ ഞങ്ങളുടെ ആംചി നീ എന്നെ വിളിച്ചേ? ആംചി ആംചി അംശിയ. നിങ്ങൾക്കറിയാവോ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ മുതുകാലൻ 10ാം ക്ലാസ്സിൽ 3ാമത്തെ പ്രാവശ്യം എടുത്ത് നിരങ്ങുവാ. എന്നിട്ട് എന്നെ വിളിക്കണം. നിർത്തിയേ മതിയായി, നിർത്തി. കോള് വിട്ട് കേട്ടോ. ഇനി ക്ലാസ്മേറ്റ്സിന്റെ മക്കളോടുള്ള കമ്പനി നമ്മൾ വിട്ടടേ. അമ്മച്ചി അമ്മച്ചി ഇവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കല്ലേ അമ്മച്ചി? വിഷയം ഉണ്ടാക്കും. അമ്മച്ചി കുത്തിക്കേറല്ലേ? അമ്മച്ചി ഇത് ആരാന്നോർത്ത് അമ്മച്ചി കുത്തിക്കേറത്? അമ്മച്ചി 5ാമത്തെ വയസ്സിൽ വളർച്ച അമ്മയുടെ ഇപ്പൊ രോഗം ബാധിക്കുന്നു. ലോകത്തുള്ള എല്ലാവരും പറയുന്നു ഇനി ഈ കുട്ടീനെ കളിക്കാൻ വിടരുത്, വലിയ പ്രശ്നമാണ്, ഇവൻ മരിക്കാൻ സാധ്യതയുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഫുട്ബോളിന്റെ ചക്രവർത്തി ആയിരിക്കുന്ന വലിയ മനുഷ്യനാണിത്. ഇവനോ? ഞാനല്ല, ഇതല്ല ഈ നിൽക്കുന്ന മെസ്സി. ഈ മോനിപ്പോ എവിടെയുണ്ട്? മോൻ വിളിച്ചേ. അമ്മച്ചി ഒരു നേരത്തെ കഞ്ഞി ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം. കറക്റ്റ് ആട്ടോ. മെസ്സിക്ക് ഇപ്പൊ അത്യാവശ്യം ഒരു നേരത്തെ കഞ്ഞി ഇച്ചിരി ചമ്മന്തിയായ അദ്ദേഹം കോടികൾ ഉണ്ടാക്കുക, ഫുട്ബോൾ കളിച്ച് കോടികൾ ഉണ്ടാക്കുക. അത് കളിക്കാൻ അറിയാവുന്ന ആമ്പിള്ളേര് കളിച്ച കോടികളുണ്ടാവും. അല്ലാതെ നീയൊക്കെ പന്തിന്റെ പുറകെ പോയാ പന്ത് മുഖത്ത് കൊണ്ട് മുഖം അങ്ങനെ ഓടി നടക്കും. അമ്മച്ചി അമ്മ അങ്ങനത്തെ വർത്താനം പറയും. വാവച്ചേണ്ണന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്നറിയാമോ? വാവച്ചേണ്ണൻ ക്ലബ്ബ് സെറ്റ് ചെയ്തോണ്ടിരിക്കുവോ, ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പ് കൊണ്ടുവരണം. അത് ഏത് വിധേന അത് നിങ്ങൾ രണ്ടുപേരും കൂടി പോയി കക്കണം എന്നാ അവിടെ ഇരിക്കണ വേൾഡ് കപ്പ്. അതല്ലാതെ യാതൊരു നടപടി അങ്ങനെ പറയുന്നു വേണ്ട, അങ്ങനെ പറയുന്നു വേണ്ട. വാവച്ചേണ്ണൻ എന്താ പറഞ്ഞേക്കണെന്നറിയാമോ? അടുത്ത മെസ്സി ഞാനാന്ന്. ഞാൻ പറഞ്ഞ ഈ ചെമ്പരിയാടിന്റെ പേര് ഞാൻ പറഞ്ഞാണ്. വാവച്ചേണ്ണൻ പറഞ്ഞില്ല അടുത്ത മെസ്സി ഞാനാന്ന് പറഞ്ഞില്ല. എന്നെ ഫുട്ബോൾ പ്ലെയർ ആക്കാന്ന് കാര്യം എന്നൊക്കെ പറഞ്ഞാലേ എന്റെ കുഞ്ഞ് കളിക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം കഷ്ടപ്പാട് എന്റെ കുഞ്ഞ് ചെയ്യേണ്ടത് അറിയാമോ? അമ്മയുടെ മോനായതുകൊണ്ട് പൊക്കി പറയണല്ല. മോനെ ഫുട്ബോൾ തട്ടിക്കൊണ്ട് പോകുമ്പോണ്ടല്ലോ എന്നായിരുന്നു എലി മത്തങ്ങയും കൊണ്ട് പോണ മാതിരിയാണ് അന്നത്തെ ഫീൽ ചെയ്യണത്. അത് ഇവിടെ കിടന്ന് എന്നെ അഭിപ്രായം കാണിക്കും. ഞാൻ കോച്ചിങ് കൊടുക്കുന്ന പിള്ളേരാ ഇവര് പറച്ചില് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഒരു കളിയെ ഞങ്ങൾ അതല്ലത്. നിങ്ങൾ ഒരു കാര്യം എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട്. യൂറിക് ആസിഡ് ഉള്ളതുകൊണ്ട് ഈ കാലം ബോൾ വിടാൻ പരിപാടിയാണോ കാണിച്ചത്? ഞങ്ങൾ പയ്യന്മാരെല്ലാം കൂടി ഈ ഫ്ലക്സ് കിട്ടുമ്പോൾ ഒരു നാരങ്ങ വെള്ളം മേടിച്ചു തരാൻ വേണ്ടി അണ്ണൻ കേട്ടോ. എന്നിട്ട് അണ്ണന് യൂറിക് ആസിഡ് കുടിക്കാല്ലേ? എന്ത് കൊള്ളേന്ന് പറയണ, അത് കയറ്റുന്ന സാധനമാണോ? പിന്നെ എന്നെ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കാല വേദന വരുമെന്ന് എനിക്ക്. ആണോ? ആ പിന്നെ നീ കണ്ടിട്ടില്ലേ? അപ്പം ഇങ്ങനെ ചിലമത്ത് ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടില്ലേ? അതായിരുന്നു. പിന്നെ നീ എന്താ വിളിച്ച് ഞാൻ മണ്ണി ചോട്ടുമ്പോ വികാരം കയറി നടക്കുവന്നോ? യൂറിക് ആസിഡിന്റെ വേദന അതായിരുന്നല്ലേ അത്? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഒന്നെങ്കി എന്റെ 10 മുട്ട 2 കോഴി, അതല്ലെങ്കിൽ ഞാനൊരു കാര്യം പോട്ടെ. നിങ്ങൾ ഈ ആവശ്യമുള്ള സംസാരിക്കുന്നത് ഇതാണ്. ഈ പിള്ളേർക്ക് പ്രശ്നം. 300 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ, 300 കോടി ജനങ്ങൾ. അവിടെ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ പറയും എവിടെ പോണ്ട കളിക്കാൻ, വരയ്ക്കത് കയറാ പഠിക്കണമെന്ന്. പഠിത്തം വേണ്ടെന്നല്ല, പക്ഷെ കളിക്കേണ്ട പിള്ളേർ കളിക്കണ്ടേ? 300 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത്
ഒരു 11 പേരെ സംഘടിപ്പിച്ച് ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾ രക്ഷിതാക്കളും ഇവിടുത്തെ ഭരണ സംവിധാനവും ഞാൻ എതിർക്കുന്നു. ഒരു 11 പേരെ പാവച്ചണ്ണ ഈ സാധനം എങ്ങനെ കിട്ടി? ഇന്നലെ പഞ്ചാര പൊഞ്ഞുകൊണ്ടൊന്ന് പേപ്പർ നോക്കി ഞാനും ഓർത്തി ഈ തലയിൽ ഇത് വരത്തില്ല. അടിച്ചുവിട്. അണ്ണനെ ഇറക്കത്തിട്ട് ഉരുട്ടല്ലേടാ ഉരുണ്ടോളാം കേട്ടോ അണ്ണേ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ എന്റെ പൈസയായിട്ട് വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ കാലിന്റെ മുട്ടയിലെ ചിരട്ട തല്ലി പൊട്ടിച്ച് ആ കരി വെച്ചത് ഉടുപ്പ് ഞാൻ തേച്ച് ഒരു 10 കോഴി മുട്ട അത്രയല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. അത് എവിടുന്നാലും മോട്ടിച്ചോണ്ട് ഞാൻ തരാം. എവിടുന്നാലും മേടിച്ചോണ്ട് ഞാൻ തരാം. കീറല്ലേ അമ്മച്ചി? പ്രശ്നം ഉണ്ടാക്കില്ലേ? പോ അമ്മച്ചിക്ക് നമ്മുടെ പിള്ളേർക്കല്ലേ വാവച്ചണം നിൽക്കുമ്പോഴേ അങ്ങനെ ആരും വന്ന് അച്ഛനായാലും അമ്മയാലും വാവച്ചണം നിൽക്കുമ്പോ സംസാരമില്ല. വലിയ ഡയലോഗായിപ്പോയി. എന്നാ അണ്ണ ഒറ്റ ഒരുത്തം കാരണം ഇപ്പൊ ഈ പ്രശ്നം മൊത്തമുണ്ടായത്. ഞാനെന്തോ എടുത്തറാ ഞാൻ എന്റെ ബിജുക്കുട്ട ചേട്ടാ നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ ഇവിടെയുള്ള അർജന്റീന ഫാൻസിന്റെ പിള്ളേരെല്ലാം ചേർന്ന് പിരിവിട്ട് 2.5 ലക്ഷം രൂപ ഈ പുള്ളിക്ക് കൊടുത്ത് 100 അടിയുള്ള മെസ്സിയുടെ കട്ടൗട്ട് വെക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇയാൾ എന്നെ ഉണ്ടായിക്കൊണ്ട് വന്നേന്ന് ചോദിക്കും. അല്ല അത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കോഴീനെ മോട്ടിക്കേണ്ടി വന്നത് എന്നെ ഉണ്ടായിക്കൊണ്ട് വന്നത്. മിസ്സാക്കാണേ. മെസ്സിയുടെ കട്ടൗട്ട് വെക്കാൻ പറയുമ്പോ വാവച്ചെണ്ണ എന്നെ കൊണ്ടുവന്നത്. ഞാൻ പോയി ബ്ലസ്സിയുടെ ഫ്ലക്സ് അടിച്ചോണ്ട് വന്നു. ആന്നേ ബ്ലസ്സിയുടെ ഫ്ലക്സ് ഞാൻ അടിച്ചോണ്ട് വന്നു. അത് എന്റെ തെറ്റല്ല. ഇവനൊക്കെ പറഞ്ഞതിന്റെ കുഴപ്പം. പറഞ്ഞാലും കുഴപ്പം. പാടത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട് ബ്ലസ് ഇങ്ങനെ. എന്നിട്ട് അവന്മാര് പറഞ്ഞു ആരും പൈസ ഇടയില്ലെന്ന് പറഞ്ഞോണ്ടോ കോഴീനെ മുട്ടിച്ച്. ഞങ്ങൾ മെസ്സിന്ന് തന്നെയാ പറഞ്ഞത്. മെസ്സി നല്ല പറഞ്ഞത്. മെസ്സിന്ന് തന്നെയാ പറഞ്ഞത്. ശരി, നീയൊക്കെ മെസ്സി എന്നായിരിക്കും പറഞ്ഞത്. പക്ഷേ വായിൽ പുളിമുട്ടായിട്ടുണ്ട് മെസ്സി എന്ന് ആര് പറഞ്ഞാലും ബ്ലസ്സി എന്ന് തിരിയൂ. ബാക്കി എല്ലാവരും കട്ടോട്ട് വെച്ചപ്പോ നമുക്ക് മാത്രമില്ലാതെ ഈ വാവച്ചേണ്ട കൊണം കാരണ